കിട്ടിയത് 3 കോടി, ചിലവാക്കിയത് 10 കോടി, അല്ലെങ്കിൽ അഴിമതിയിലൂടെ മുക്കിയത് 10 കോടി. രാജാപ്പാർട്ട് കൂത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി പണം തൂർത്തടിക്കുക, കൾച്ചറൽ ഇവന്റ്സ് എന്ന പേരിൽ ഒരുപാട് പൈസ ഇതുപോലെ അങ്ങ് എഴുതിയെടുക്കുക, കുറെ പൗരപ്രമുഖരെ കൊണ്ടുവന്ന് അണ്ടിപ്പരിപ്പ് തീറ്റിക്കുക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥിരം കലാപരിപാടി. നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന മതപരമായ പണം ഏത് അധികാരത്തിന്റെ പേരിലാണ് ഇടത് സർക്കാർ, നിരീശ്വരവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇടത് സർക്കാർ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഫണ്ട്, ഒരു മുസ്ലിം പള്ളിയുടെ ഫണ്ട് ഇതുപോലെ സർക്കാർ എടുത്ത് കൈകാര്യം ചെയ്യാത്തത്? നിങ്ങളെ കൊണ്ട് കൊള്ളൂലാഞ്ഞിട്ടല്ലേ? 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അരിവാൾ ചുറ്റികയാണോ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത്? അതാണ് പെടുന്നതെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക. അവിടെ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദൈവമുണ്ട്. നിങ്ങളുടെ ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ ഈ അരിവാൾ ചുറ്റിക കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ ചൂഷണം ചെയ്തിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പീഡിപ്പിച്ചിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പിണറായി വിജയൻ രാജാവും പരിവാരങ്ങളും ചേർന്ന് 10 കോടി രൂപ ഭക്തരുടെ സംഭാവനകളിൽ നിന്നും അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്നും കൊള്ളയടിച്ച് നടത്തിയ അഴിമതിയുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്ന് ഈ 10 കോടി രൂപയുടെ അഴിമതിയെ പറ്റി കേട്ടതോടുകൂടി വിശ്വാസികൾ മാത്രമല്ല സാധാരണക്കാരായ ആൾക്കാർ വരെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ഒറ്റ ദിവസം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി വന്ന പിണറായി വിജയന് കിടക്കാൻ വേണ്ടി മാത്രം ഈ ഗവൺമെന്റ് ചെലവാക്കിയത് ഏകദേശം 3 ലക്ഷം രൂപയാണ് അത്രേ. അതിന്റെ ഡീറ്റെയിൽസ് എവിടെ കിട്ടും? ഡീറ്റെയിൽസ് എനോട് ചോദിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. കേട്ടോളൂ ആ ദൂർത്തിന്റെ കൃത്യമായ കണക്ക്. 2026 ഫെബ്രുവരിയിൽ പുറത്തുവന്ന ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് 10 കോടിയിലധികം രൂപയുടെ ദൂർത്തും ക്രമക്കേടുകളും നടന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. പ്രധാന കണ്ടെത്തലുകൾ താഴെ പറയുന്നവയാണ്. ആകെ ചെലവ് പരിപാടിക്കായി മൊത്തം 10.99 കോടി രൂപ ചെലവായതായി ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ ദേവസ്വം കമ്മീഷണർ നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ ഇത് 4.99 കോടി മാത്രമായിരുന്നു. മുഖ്യമന്ത്രിയുടെ താമസം. പമ്പ ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിയുടെ ഒരു ദിവസത്തെ താമസത്തിനായി 2 ലക്ഷം രൂപ ചെലവാക്കി. ഇതിൽ കട്ടിലും മെത്തയും വാങ്ങാനായി മാത്രം 1.11 ലക്ഷം രൂപയും ഇടനാഴിയിലെ ചുവപ്പ് പരവതാനിക്ക് 15,930 രൂപയും ഉൾപ്പെടുന്നു. നടക്കാത്ത പരിപാടികൾക്ക് പണം. പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന നന്ദഗോവിന്ദം ഭജൻസ് എന്ന സംഘത്തിന് ഭജന നടത്തിയെന്ന പേരിൽ 8 ലക്ഷം രൂപ നൽകിയതായി ബില്ലുകൾ കാണിക്കുന്നു. വാഹന ചെലവ്. ടാക്സി സംവിധാനത്തിനായി 10.57 ലക്ഷം രൂപ ചെലവാക്കി. ഇതിൽ ഡീസലിന് മാത്രം 7.44 ലക്ഷം രൂപ ഉൾപ്പെടുന്നു. കരാർ ക്രമക്കേടുകൾ. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള സ്ഥാപനത്തിന് ടെൻഡർ ഇല്ലാതെയാണ് കരാർ നൽകിയത്. ഇവർ സമർപ്പിച്ച പല ബില്ലുകളിലും വൻ തുകകൾ അധികമായി രേഖപ്പെടുത്തിയതായും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഭക്ഷണ ചെലവ്. VIP ഭക്ഷണത്തിനായി മാത്രം 30,000 രൂപ ചിലവാക്കി. കണ്ടോ, ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എത്ര വലിയ ദൂർത്താണ്. ഇതിനൊക്കെ കാശ് എവിടെ നിന്നാണ്? കാശൊക്കെയും ദേവസ്വം ഫണ്ടിൽ നിന്ന് തന്നെയാണ്. യാതൊരു രീതിയിലുള്ള ടെൻഡറും ക്ഷണിക്കാതെ എല്ലാ കരാറുകളും, സർക്കാർ വക കരാറുകൾ എല്ലാം പോകുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ഇത് എപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതെങ്ങനെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ ഇത്തരം കരാറുകളെല്ലാം സർക്കാർ വക പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. മുഖ്യമന്ത്രി നടന്നു വരുന്ന വഴിയിൽ പരവതാനി വിരിക്കാൻ വേണ്ടി മാത്രം ചിലവായിരിക്കുന്നത് 15,000-ലധികം രൂപയാണ്. ചുവന്ന പരവതാനിയിലൂടെ അല്ലാതെ രാജാവ് നടന്നു വരില്ല എന്നതല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കും. ചൂര തരംകെട്ട മീനാണെന്നും നെയ്മീൻ കൊണ്ടുവന്ന് സൽക്കരിച്ചാൽ മാത്രമേ രാജാവ് സംപ്രീതനാകൂ എന്നും രാജാവിന്റെ തന്നെ ഒരു പ്രജ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. ഇത് മാത്രമല്ല അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഓഡിറ്റ് ചെയ്തപ്പോൾ കണ്ടെത്തിയ ക്രമക്കേടുകൾ. ബാക്കി കൂടെ വായിക്കാം. സ്പോൺസർഷിപ്പ് അവ്യക്തത. സ്പോൺസർഷിപ്പ് വഴിയുള്ള വരുമാനത്തിൽ വലിയ കുറവുണ്ടായി. വാഗ്ദാനം ചെയ്ത 7 കോടിയിൽ വെറും 2 കോടി രൂപ മാത്രമാണ് ലഭിച്ചതെന്നും ഇത് ദേവസ്വം ബോർഡിന് 3.40 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. രേഖപ്പെടുത്താത്ത സാധനങ്ങൾ. ഭക്തർക്ക് വിതരണം ചെയ്ത അരവണ, അപ്പം, വിഭൂതി, ചന്ദനം 4100 യൂണിറ്റുകൾ വീതം തുടങ്ങിയവയുടെ മൂല്യം ഔദ്യോഗിക കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ദ സൗത്ത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. GST വെട്ടിപ്പ്. പല ബില്ലുകളിലും GST കൃത്യമായി രേഖപ്പെടുത്താത്തത് ബോർഡിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതായി ഹൈക്കോടതി നിരീക്ഷിച്ചു. കണ്ടോ, ഈ പറയുന്ന സാധനങ്ങൾക്കൊന്നും കൃത്യമായ കണക്കില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ ഇവിടെ അന്തം കമ്മികൾ അഴിച്ചുവിട്ട ദുർപ്രചാരണങ്ങൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അവര് ഹിന്ദുത്വവാദം ഒളിച്ചു കടത്തുന്നു, ഭയങ്കരമായിട്ട് ഹിന്ദുക്കളുടെ ഉള്ളിൽ ഒരു മതവികാരം ഉണർത്തുന്നു എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ. അവരുടെ പേരിൽ 8 ലക്ഷം രൂപ എഴുതി വെച്ചിരിക്കുകയാണ് ഈ കണക്കിൽ. അവർ ഈ പരിപാടിക്ക് വന്നിട്ടില്ല, അവർ ഈ ഏരിയയിലേക്കേ വന്നിട്ടില്ല. അവർക്ക് പകരം വേറെ ഏതോ ഒരു മനുഷ്യനാണ് അവിടെ ഭജന എന്നുള്ള പേരിൽ എന്തോ ഒരു പരിപാടി അവതരിപ്പിച്ചതെന്നും പറയുന്നു. അദ്ദേഹത്തിന് എത്ര രൂപ കൊടുത്തു? ഈ പ്രശാന്ത്, ഇപ്പൊ വിരമിച്ചു പോയ പ്രശാന്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സ്വാമിയേ ശരണമയ്യപ്പ, അപ്പൊ മനസ്സിലായില്ലേ? അയാൾ ഒരു കണക്കുമായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. അയാളാണ് ഇത് നടത്തിയത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞ കണക്കുകൾ ഞാൻ ഇവിടെ കാണിക്കാം. അത് കണ്ടാലും നിങ്ങൾ ഞെട്ടിപ്പോകും. കൾച്ചറൽ ഇവന്റ്സിനും മാത്രം 31 ലക്ഷം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. 31 ലക്ഷം രൂപയുടെ കൾച്ചറൽ ഇവന്റ്സ് നടത്തി അയ്യപ്പന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് ശബരിമലയെ ഇപ്പൊ വികസിപ്പിക്കാം എന്ന ആസൂത്രണത്തിന്മേലാണ് ഇത്രയും പരിപാടികൾ ഇവിടെ നടന്നിരിക്കുന്നത്.
എന്നിട്ട് സ്പോൺസർഷിപ്പായിട്ട് എത്ര രൂപ കിട്ടിയത് 3 കോടി, ചിലവാക്കിയത് 10 കോടി, അല്ലെങ്കിൽ അഴിമതിയിലൂടെ മുക്കിയത് 10 കോടി. എന്താണ് ഇതിന്റെ ഭാവി? ഹൈക്കോടതി ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇതുവരെയും കേസുമായിട്ട് മുന്നോട്ട് പോകും. അതിപ്പം സ്വർണ്ണക്കൊള്ളയാണെങ്കിലും ബാക്കി എന്താണെങ്കിലും സഖാക്കന്മാർ പ്രതികളാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് എങ്ങനെയായിരിക്കും വരുന്നത് അത് നമുക്കൊന്ന് വായിക്കാം. സത്യവാങ്മൂലം സമർപ്പിക്കൽ. ഫെബ്രുവരി 27-നകം ഓഡിറ്റ് റിപ്പോർട്ടിലെ ഓരോ ക്രമക്കേടിനും കൃത്യമായ മറുപടി നൽകാൻ ദേവസ്വം ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 5 കോടിയുടെയും 11 കോടിയുടെയും കണക്കുകൾ തമ്മിലുള്ള അന്തരം ബോർഡ് വിശദീകരിക്കേണ്ടി വരും. വിജിലൻസ് അന്വേഷണ സാധ്യത. സാമ്പത്തിക ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടാൽ കോടതി നേരിട്ടോ അല്ലെങ്കിൽ സർക്കാരിനോടോ ഒരു പ്രത്യേക വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സാധ്യതയുണ്ട്. റിക്കവറി നടപടികൾ. ടെൻഡർ നടപടികൾ പാലിക്കാതെ അധികമായി പണം നൽകിയെന്ന് ബോധ്യപ്പെട്ടാൽ ആ തുക ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്നോ ബന്ധപ്പെട്ട സൊസൈറ്റിയിൽ നിന്നോ തിരിച്ചുപിടിക്കാൻ കോടതി ഉത്തരവിട്ടേക്കാം. ദേവസ്വം ഫണ്ട് വിനിയോഗത്തിന് കർശന നിയന്ത്രണം. ഭാവിയിൽ ഇത്തരം പരിപാടികൾക്കായി ഭക്തരുടെ പണം ദേവസ്വം ഫണ്ട് ചെലവാക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ കോടതി പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ ഇടപെടൽ. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഉത്സവങ്ങൾക്കും സമ്മേളനങ്ങൾക്കും ചെലവാക്കാവുന്ന തുകയ്ക്ക് കോടതി ഒരു പരിധി നിശ്ചയിച്ചേക്കാം. കോടതി നടപടികൾ ഇങ്ങനെയൊക്കെയാണ്. കോടതിയിൽ ഇവരിത് തെളിയിക്കേണ്ടി വരും. ഇനി അഥവാ ഇവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും അതിനുള്ള ഈട് ഈ പറയുന്നത് പോലെ കോടതി ഈടാക്കുമെന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്, അല്ലെ? സർക്കാരിനോട് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടേക്കാം. സർക്കാർ തന്നെ ഇമാതിരി കൊള്ളരുതായ്മകൾ കാണിക്കുമ്പോൾ അവരന്വേഷിച്ചിട്ട് എന്താണ് കാര്യം? നമുക്കറിയാം, സ്വർണ്ണക്കൊള്ള ഇതുപോലെ തന്നെ അവർ അന്വേഷിച്ചതാണ്. ആരൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ടോ അവരൊക്കെയും ഇപ്പൊ പുറത്തിറങ്ങി നന്നായിട്ട് തന്നെ വിലസുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ഹിന്ദു സമൂഹത്തിനോട് ഞാൻ വ്യക്തിപരമായി ചോദിക്കുകയാണ്. നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന മതപരമായ പണം ഏത് അധികാരത്തിന്റെ പേരിലാണ് ഇടത് സർക്കാർ, നിരീശ്വരവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇടത് സർക്കാർ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ഈ 9 വർഷത്തിനുള്ളിൽ പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് സാധാരണക്കാരായ ജനങ്ങളോട് ചോദിച്ചാൽ അവർക്ക് അറിയാവുന്ന ഒരൊറ്റ ഭരണ നേട്ടങ്ങളേ ഉള്ളൂ. അത് ഇത്തരം സമ്മേളനങ്ങൾ തന്നെയാണ്. രാജാപ്പാർട്ട് കൂത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി പണം തൂർത്തടിക്കുക, കൾച്ചറൽ ഇവന്റ്സ് എന്ന പേരിൽ ഒരുപാട് പൈസ ഇതുപോലെ അങ്ങ് എഴുതിയെടുക്കുക, കുറെ പൗരപ്രമുഖരെ കൊണ്ടുവന്ന് അണ്ടിപ്പരിപ്പ് തീറ്റിക്കുക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥിരം കലാപരിപാടി. പണ്ടത്തെ രാജാവിന്റെ എഴുന്നള്ളത്ത് പോലുള്ള എന്തോ ഒരു സംഭവം. ഇദ്ദേഹത്തിന് ഇതാണ് ഇഷ്ടം. സ്വയം പൊങ്ങിയായ ഒരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പ്രത്യേകിച്ച് ആൾക്കാരുടെ വിശദീകരണമൊന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ പല വീഡിയോയിലും പല ആളുകളും പറയുന്നതും നമ്മൾ തന്നെ നേരിട്ട് കടക്ക് പുറത്ത് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്ന ധാർഷ്ട്യമൊക്കെ കണ്ടതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഫണ്ട്, ഒരു മുസ്ലിം പള്ളിയുടെ ഫണ്ട് ഇതുപോലെ സർക്കാർ എടുത്ത് കൈകാര്യം ചെയ്യാത്തത്? നിങ്ങളെ കൊണ്ട് കൊള്ളൂലാഞ്ഞിട്ടല്ലേ? ഇതല്ലാതെ വേറെ എന്താണ് പറയേണ്ടത്? ക്ഷേത്രങ്ങളുടെ പണം ഇതുപോലെ നിരീശ്വരവാദികളായിട്ട് വരുന്ന സർക്കാരുകൾക്ക് എടുത്ത് ദൂർത്തടിക്കാനുള്ളതാണോ? നിങ്ങൾക്ക് ഇതേക്കുറിച്ച് ഒന്നും ചോദിക്കാനില്ലേ? നിങ്ങൾക്ക് പ്രതികരിക്കാനില്ലേ? ഈ പറയുന്ന പിണറായി വിജയന്റെ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വോട്ടിട്ട് അധികാരത്തിൽ ഏറ്റിയത് ആരാണ്? അയ്യപ്പ സംഗമത്തിനു മുൻപ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ ശബരിമലയിൽ ഏറ്റവും വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഈ സർക്കാരിനെ രണ്ടാമതും അധികാരത്തിൽ ഏറ്റിയതിൽ ഹിന്ദുക്കൾക്ക് പങ്കില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇവിടെ നിഷ്പക്ഷരായ വോട്ട് കൂട്ടം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആരാണ്? നമുക്കറിയാം, കമ്മികളായിട്ടുള്ള ഒരുപാട് ഹിന്ദുക്കളുണ്ട്. അവർക്ക് നിരീശ്വരവാദമാണല്ലോ അവരുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ഫണ്ട് വിനിയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ ദൂർത്തടിക്കുന്ന അവർക്കൊരു വിഷയമായിരിക്കില്ല. ബാക്കിയുള്ളവർക്ക് അങ്ങനെയാണോ? ഇപ്പൊ ഹിന്ദു ആണെങ്കിൽ സംഖ്യയാണ് എന്നാണല്ലോ വെയ്പ്പ്. എല്ലാവരും സംഖ്യകളല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എത്ര നാൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടു പോകും? ഇതിനൊരു തീരുമാനം വേണ്ടേ? അധികാരം കയ്യിലിരിക്കുന്നിടത്തോളം ഇത്തരം ദൂർത്തടിക്കുന്ന ആൾക്കാരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വെളിവായിക്കൊണ്ടിരിക്കുന്ന സംഗതിയല്ലേ? സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ എന്ത് ചെയ്തു? ആദ്യമായിട്ട് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ ഉണ്ടായ കേസാണ് ലാവ്ലിംഗ് കേസ്. ഇത്രയും നാളായിട്ടും അത് തീരുമാനമായിട്ടില്ല. ഇനി ഇദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാലും അത് തീരുമാനമാകാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് ഇങ്ങനെ അധികാരം കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള ഓരോ അവസരവുമാണ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അരിവാൾ ചുറ്റികയാണോ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത്? അതാണ് പെടുന്നതെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക. അവിടെ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദൈവമുണ്ട്. നിങ്ങളുടെ ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ ഈ അരിവാൾ ചുറ്റിക കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ ചൂഷണം ചെയ്തിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പീഡിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്ക് പറയാൻ എനിക്കറിയില്ല. ഇതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഒരു സിനിമ വരുമ്പോൾ, ഒരു പാട്ട് വരുമ്പോൾ മതവികാരം ഉണരുന്നവർക്ക് ഇതൊന്നും മതവികാരം ഉണർത്തുന്നില്ലേ? ഒറ്റ രാത്രിക്ക് വേണ്ടി 3 ലക്ഷം രൂപയിലധികം കട്ടിലും മെത്തയും പരവതാനിയും വാങ്ങാൻ ചിലവഴിച്ച മുഖ്യമന്ത്രിയെ ഇനിയും നിങ്ങൾക്ക് വേണമോ കേരളീയരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പെൻഷൻ കിട്ടാതെ, കാരുണ്യ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടാതെ റോട്ടിൽ തെരുവിൽ സമരം ചെയ്യുന്ന ആശാവർക്കർ അടക്കമുള്ള ആൾക്കാരുടെ കണ്ണുനീര് ഈ കട്ടിലിന്റെ മെത്തയ്ക്കും പുറകിലുണ്ട്. പിണറായി വിജയൻ സഖാവി, പാവങ്ങളുടെ പടത്തലവനായ താങ്കൾ ഇടയ്ക്കെങ്കിലും അതൊന്ന് ഓർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ. തുടർന്ന് കാണുക പോളി ന്യൂസ്.